ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി തൊട്ട് തുടങ്ങിയ മഴയാണ് കേട്ടോ, നിൽക്കാണ്ട് പെയ്യുമായിരുന്നേ. ഇപ്പോൾ രാവിലെ ഇപ്പോൾ കുറച്ച് തോർച്ചിരുന്നാലും നല്ല തണുപ്പാണ്. എൻ്റെ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. കുറച്ച് ജലദോഷവും കുറച്ച് അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് വീട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് പാടെ ബ്രഷൊക്കെ ചെയ്തു വന്നത് ക്രീമും പൊട്ടും ലിപ് ബാമും ഒക്കെ ഇടുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞത് പതിവുള്ളതാണ്. എന്നിട്ട് പിന്നെ ചായ കുടിക്കാനൊക്കെ പോകാറുള്ളൂ. പിന്നെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പാടെ തന്നെ വന്നിട്ട് കിടന്ന ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മമ്മിക്കും പപ്പയ്ക്കും ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒതുക്കി വെച്ചിട്ട് കഴിക്കാമെന്ന് കരുതി. സമയം ഇപ്പോൾ ഏകദേശം 8-9 മണിയോളം ആയി കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ നല്ല ഇറിറ്റേഷൻസ് ആയിരുന്നുണ്ട്. തുമ്മൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോഴും ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ ബെഡൊക്കെ തീർത്തിട്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ ബെഡൊക്കെ തീർത്ത് വെച്ച് നല്ല ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ മമ്മി ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. ദോശയും ചമ്മന്തി ആയിരുന്നിട്ടുണ്ടായിരുന്നു. കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരാളോട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. മഴ അപ്പത്തേനും ലേശം തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ഗ്ലാസ് കട്ടൻ ചായയും കൂടെ കുടിച്ചത്. മമ്മിയും പപ്പയും പോകാനുള്ള തിരക്കിലാണ്. ഇച്ചിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പോകാനുള്ള തിരക്കായതുകൊണ്ട് ഇച്ചിരി ഇടലും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തിറങ്ങി നടന്നപ്പോൾ ബ്രൂണോ തണുത്ത് വിറച്ച് നിൽപ്പുണ്ട്. മഴ പെയ്യും നിൽക്കും ഇത് തന്നെയാണ് കേട്ടോ. ബ്രൂണോനെ കൂട്ടീന്ന് ഇറക്കിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മന്ദാരമാണ് കേട്ടോ. മമ്മിയും പപ്പയും ഏകദേശം ഒരു 10 മണി 10:30 ആയപ്പോഴത്തേനും പോയിട്ട്, കാരണം നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മമ്മി മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് മാത്രമുള്ള മീൻ ഞാനെടുത്ത് വറുത്തു കേട്ടോ. മീനും പിന്നെ ചെറുപയർ കറിയും അച്ചാറും കൂട്ടി കഴിച്ചു. അവർ ഉച്ചയ്ക്ക് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അവരവിടെ തന്നെ കഴിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് മാത്രമുള്ള മീനെടുത്ത് ഞാൻ വറുത്ത് കഴിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ചെറുപയർ കറിയും മീൻ വറുത്തതും അച്ചാറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേനും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ട് കറണ്ട് പോയും വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പപ്പയും മമ്മിയും വരാൻ ഏകദേശം 3:30 ആവുന്നവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട്, നല്ല മഴയായിരുന്നു കേട്ടോ. പുറത്ത് വന്ന് ഒരു കട്ടൻ ചായ കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും അവർ വന്നിട്ടുണ്ടായിരുന്നു. 4 മണി ആയപ്പോഴത്തേനും അവരെത്തി കേട്ടോ. പിന്നെ 6 മണി ആയപ്പോഴത്തേനും തിരിയൊക്കെ കത്തിച്ചിട്ടു. നമ്മളിപ്പോൾ ഇവിടെ വിളക്ക് കത്തിക്കാറ്, തിരി കത്തിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ. വിളക്കും കത്തിക്കാറുണ്ട്. ഇപ്പോൾ വിളക്ക് കത്തിച്ചത് പിന്നെ സാമ്പ്രാണിത്തിരി കത്തിക്കാറുണ്ട്. കാരണം നല്ല കൊതുകുണ്ട്. ഇപ്പം ചക്ക സീസണും പിന്നെ കൂടാതെ മഴയും കൂടെ ആയതുകൊണ്ട് നല്ല കൊതുകുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലോണം സാമ്പ്രാണിത്തിരി ഡെയിലി കത്തിക്കാറുണ്ട് കേട്ടോ.
അങ്ങനെ വൈകുന്നേരം തിരികെ കത്തിച്ച് പിന്നെ ഞാനും മമ്മിയും കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ മമ്മി കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി. ഞാൻ രണ്ടുപേരും ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും കേട്ടോ. അവർ പോയതിൻ്റെ വിശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പിന്നെ ഇതേ മഴയൊന്ന് തോർന്നപ്പോഴാട്ടോ നമ്മുടെ ബ്രൂണോനെ അഴിച്ചു വിട്ടത്. അവന് 2 നേരമാണ് അഴിച്ചു വിടാറ്, രാവിലെയും രാത്രിയും. മഴയത്ത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാക്കി കുളമാക്കി വരുന്നുണ്ട്. അവന് മഴയൊക്കെ തോർന്നിട്ട് ഇന്ന് വൈകുന്നേരം മാത്രമായിട്ട് അഴിച്ചു വിട്ടത്, രാവിലെ അഴിച്ചു വിട്ടിട്ടില്ലായിരുന്നു. അതിൻ്റെ പരിഭവമൊക്കെ അവൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതേ നല്ല തണുപ്പായതുകൊണ്ട് മമ്മി എൻ്റെ ഒരു പഴയ ടോപ്പ് കട്ട് ചെയ്തിട്ട് കൊടുത്തു കേട്ടോ. അതിട്ട് കുറേ ബുദ്ധിമുട്ടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം കുക്കറപ്പം ഉണ്ടാക്കിയായിരുന്നു. കുക്കറപ്പം എന്നും പറയും, മുട്ടയപ്പം എന്നും പറയും. അപ്പോൾ എൻ്റെ ചാനലിൽ ആ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, എല്ലാവരും പോയി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. വീഡിയോ ഇടാത്തത് ചെറിയ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. താങ്ക്